സദസ്സിലുമിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, വാളത്തുങ്കലിലെ എത്രയും പ്രിയപ്പെട്ട പ്രദേശവാസികളെ, പതിനാല് വർഷങ്ങളെന്ന് പറയുന്നത് വലിയൊരു കാലഘട്ടമാണ്. 14ാമത്തെ വർഷത്തിൽ SSLCക്ക് 20 ഫുൾ A+കളുമായി വിജയത്തിളക്കത്തിൽ നിൽക്കുമ്പോൾ പവൻസിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചെറുതായൊന്ന് രക്ഷിതാക്കളും എൻ്റെ എല്ലാ കുട്ടികളും അറിയണമെന്നുള്ളത് ചെറിയൊരു ആഗ്രഹമാണ്. നമ്മുടെ സെൻറ്ററിൻ്റെ കൃത്യം എതിർവശത്തായിട്ട് കാണുന്ന ഫാമിലി സ്റ്റോറിൽ മുകളിലത്തെ നിലയിൽ ഒറ്റമുറി ബിൽഡിങ്ങിനെ 4ആക്കി തിരിച്ച് അതിൽ 25 കുട്ടികളും SSLCക്ക് തയ്യാറാവാനായിട്ട് 6 കുട്ടികളും മാത്രമായിട്ടാണ് പവൻ സ്റ്റഡി സെൻറ്റർ ആരംഭിക്കുന്നത്. അന്ന് പവൻസിൻ്റെ സ്ഥാപകനായിരുന്ന പ്രിയപ്പെട്ട ദീപു സാറിൻ്റെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാകണം എന്നുള്ളതായിരുന്നു. 14 വർഷങ്ങൾ പിന്നിടുമ്പോഴും പവൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഫീസ് ഘടനയിൽ ജീവിത ചെലവുമായി ബന്ധപ്പെട്ട ചെറിയൊരു വ്യതിയാനം മാത്രമേ ഇപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളായിട്ടുള്ള സജീവ് സാർ വരുത്തിയിട്ടുള്ളൂ. അന്ന് ദീപു സാർ കണ്ടിരുന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇന്ന് സജീവ് സാർ പ്രവർത്തിക്കുന്നതും. സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള രക്ഷിതാക്കളുടെ എല്ലാം വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ലക്ഷ്യം. നിങ്ങളെല്ലാ രക്ഷിതാക്കളും പവൻസ് ഫെസ്റ്റ് കഴിഞ്ഞ് പവൻ സംഗമം വിടുമ്പോൾ മുന്നിലൊരു നോട്ടീസ് ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൂടി വായിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പടിയിറങ്ങി ഇന്ന് പോകാൻ. അതിൽ നമ്മുടെ പ്രിൻസിപ്പാൾ പത്നിയുടെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ സ്ഥാപനത്തിൽ പഠിക്കാൻ വന്നതിൽ വളരെയധികം സന്തോഷം. ഇത് നിങ്ങളുടെ കൂടി സ്ഥാപനമാണ്. നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങളുടെ ചുറ്റുമുള്ള ഏതെങ്കിലും മുതിർന്നവരിൽ നിന്നോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധ്യാപകരിൽ നിന്നോ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായാൽ അത് തുറന്നു പറയാൻ യാതൊരു മടിയും പ്രഥമ അധ്യാപകൻ എന്ന നിലയിൽ എന്നോടോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവിനോടോ മടിയുണ്ടാകരുത് എന്ന് കൃത്യമായി സാർ അതിൽ പറയുന്നുണ്ട്. അതിൽ എന്നെ ഏറെ സ്വാധീനിച്ചൊരു കാര്യം, ഇവിടുത്തെ പ്രിൻസിപ്പാളിന് വേണമെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്ന് അഭിസംബോധന ചെയ്യാമായിരുന്നു. അത് എഴുതുന്ന ഡയറക്ടർക്കും അങ്ങനെ ചിന്തിക്കാമായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ട മക്കളെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും ഇവിടെ പഠിക്കുന്ന 250ഓളം വിദ്യാർത്ഥികളുടെ കൂടെ രക്ഷിതാവായി നിൽക്കുകയാണ് എന്ന അഭിമാനമാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത്. അതെ, സജീവ് സാറും അദ്ദേഹത്തിന്റെ പത്നി ഗ്രീഷ്മ സജീവും നിങ്ങളുടെ മക്കളുടെ രക്ഷിതാവ് കൂടിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വളരെയധികം മാതൃകാപരവും ജനാധിപത്യപരവുമായിട്ടുള്ള ചിന്തകളുള്ള ഒരു പ്രിൻസിപ്പാളിന്റെയും ഡയറക്ടറുടെയും മുന്നിലാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ മക്കൾ എന്ന സ്വാധീനം ഞാൻ പലപ്പോഴും പിന്നീടും കേൾക്കാറുണ്ട്. അതൊരു പക്ഷേ സജീവ് സാർ കഴിഞ്ഞ 15 വർഷമായി ഉപയോഗിക്കുന്നത് കൊണ്ട് വരുന്നതാകാം. പവൻ സ്റ്റഡി സെന്റർ നിലവിലെ ഏറ്റവും അധികം തിരക്കുള്ള അധ്യാപകനും മറ്റു സമാന്തര സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളായ ഇവിടുത്തെ മാത്സ് അധ്യാപകനായ ബിജുലാൽ സാർ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴെപ്പോഴും മക്കളെ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും സജീവ് സാറിൽ നിന്നുള്ള സ്വാധീനമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 15ാമത്തെ വർഷത്തോടാണ് നമ്മൾ അടുക്കുന്നത്.
അപ്പോ ഒന്ന് രണ്ടും ദിവസങ്ങൾ മുന്നുള്ള സജീവ് സാറുമായുള്ള ചർച്ചകളിൽ ചില കാര്യങ്ങൾ സജീവ് സാർ പറയുകയുണ്ടായി. എല്ലാ വർഷവും കമ്പ്യൂട്ടർ IT പരീക്ഷയ്ക്ക് മുന്നായി SSLC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് കമ്പ്യൂട്ടറിൽ ഉബുണ്ടു ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് IT പ്രാക്ടിക്കൽ എക്സാമിന് കയറുന്നതിന് മുന്നേ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ലാബ് ഞാൻ സെറ്റ് ചെയ്യും എന്ന് സജീവ് സാർ പറയുകയുണ്ടായി. ഒപ്പം 15ാമത്തെ വാർഷികം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ഈ നിൽക്കുന്ന വേദി ഒരു സ്ഥിരം വേദിയാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹവും അദ്ദേഹത്തിനുണ്ട്. ഇത് രണ്ടും നടക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. 2 കാര്യങ്ങൾ കൂടി പറയാണ്ട് എന്റെ ആശംസാ പ്രസംഗം എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതിലൊന്ന് പവൻസിന്റെ ഡയറക്ടറെ കുറിച്ചാണ്. ഏകദേശം ഒരു 10-11 വർഷങ്ങൾക്ക് മുന്നേ സജീവ് സാറിന്റെ മറുപാതിയായിട്ട് ഗ്രീഷ്മ ടീച്ചർ ഞങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് ഇവിടെ നൈറ്റ് ക്ലാസ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ രക്ഷിതാക്കളായിട്ടുള്ള നിങ്ങളുടെ വിദ്യാർത്ഥികളെ കുട്ടികളെ വിളിക്കാനായിട്ട് വരുമ്പോൾ 9 മണി സമയത്തും 3 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ് അവർ. ആ സമയത്തും നിങ്ങളുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാകും. ഇവിടെയുള്ള എല്ലാ കുട്ടികളും പവൻസിൽ നിന്നും പഠിച്ചിറങ്ങി വീട്ടിലെത്തി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ സജീവ് സാറിനൊപ്പം പ്രിയപ്പെട്ട ഡയറക്ടർ ഇവിടുന്ന് പോകാറുള്ളൂ. പവൻസിന്റെ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ ഒരുക്കങ്ങൾക്കും ഈ വർഷം എല്ലാ രീതിയിലും ചൂക്കാൻ പിടിച്ചിട്ടുള്ളത് ഗ്രീഷ്മ ടീച്ചറാണ്. വളരെയധികം സന്തോഷം മാത്രമാണ് ഈ ഒരു വേളയിലുള്ളത്. ഒപ്പം പറയാനുള്ള ഒരു കാര്യം, പവൻസ് എന്ന് പറയുന്നത് ഈ വേദിയിലിരിക്കുന്നവർ മാത്രമല്ല, ഇതിന് ചുറ്റുമായി കഴിഞ്ഞ 2-3 ദിവസങ്ങളായി യാന്ത്രികമായി തന്നെ സജീവ് സാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് യാന്ത്രികമായിട്ട് ചോരയും നീരും കൊടുത്തു തന്നെ കൂടെ പ്രവർത്തിക്കുന്ന പവൻസിലെ തന്നെ വിദ്യാർത്ഥികളായിരുന്ന, പവൻസിന്റെ ഫെസ്റ്റ് എങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും അറിവുള്ള 8-9 അധ്യാപകർ, ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകരും, ഒപ്പം പവൻസിന്റെ തന്നെ ഭാഗമായി ഒരു കാലത്ത് പഠിച്ചിരുന്ന 8-9 പ്രിയപ്പെട്ട ടീച്ചർമാരും എല്ലാവരുടെയും കൂടെ പ്രയത്നമാണ് പവൻസ്. പവൻസ് എല്ലാവരുടെയുമാണ് എന്നാണ് സജീവ് സാർ പറയാറുള്ളത്. നാം എല്ലാം ഒന്നാണ് എന്നാണ് അധ്യാപകരോടെല്ലാം പറയാറുള്ളത്. ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് നാം എല്ലാം ഒന്നാണെന്ന ചിന്ത. ആ ഒന്നാണെന്ന ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും സ്നേഹപരമായിട്ടും സാഹോദര്യപരമായിട്ടും എല്ലാവർക്കും ഇവിടെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത്. മുന്നോട്ടുള്ള വർഷങ്ങളിൽ ദീർഘായുസ്സോടുകൂടി പവൻസിന് യശസ്സുയർത്തി തലയെടുപ്പോടുകൂടി നിൽക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.